ഡിയർ UPSC ആസ്പിരൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകത്തെക്കുറിച്ചാണ്. ഈ പുസ്തകം നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. ഇന്ത്യാസ് ഏൻഷ്യൻറ്റ് പാസ്റ്റ് ബൈ R.S. ശർമ്മ. നിങ്ങൾ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ മുമ്പിൽ എത്തിപ്പെടാൻ ചാൻസ് ഉള്ള പ്രധാനപ്പെട്ട ഒരു സോഴ്സാണ് R.S. ശർമ്മയുടെ ഏൻഷ്യൻറ്റ് പാസ്റ്റ് എന്ന് പറയുന്ന ഏൻഷ്യൻറ്റ് ഇന്ത്യൻ ഹിസ്റ്ററി. ഇതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത്. എങ്ങനെ നിങ്ങൾക്ക് ഇത് പ്രിലിംസിനും മെയിൻസിനും ഉപകാരപ്പെടും എന്നുള്ളതിനെക്കുറിച്ച്. സോ വെൽക്കം ടു മൈ ചാനൽ സ്പാർട്ടൻസ് ഹിസ്റ്ററി ഓപ്ഷണൽ. ആദ്യം തന്നെ ഈ പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ഹിസ്റ്റോറിക് ഗ്രന്ഥമാണ്. അതായത് ചരിത്രകാരനായിട്ടുള്ള R.S. ശർമ്മ രചിച്ചിട്ടൊരു പുസ്തകമാണ്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിൻ്റെ പോക്കും അങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാവുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻഡെക്സ് എടുത്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും 33 ചാപ്റ്റർ ഉണ്ട് ആൻഷ്യൻ്റ് ഇന്ത്യയിലെക്കുറിച്ച് പറയുന്നത്. അതിൽ ഓരോ ചാപ്റ്ററും ഓരോ തീമാറ്റിക് ആയിട്ടുള്ള അഡ്രസ്സിംഗ് ആണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഇതിൽ നോക്കിക്കുക, ആദ്യത്തെ ചാപ്റ്റർ സിഗ്നിഫിക്കൻസ് ഓഫ് ആൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ ആണെങ്കിൽ, രണ്ടാമത്തത് മോഡേൺ ഹിസ്റ്റോറിയൻസ് ഓഫ് ആൻഷ്യൻ്റ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിയോഗ്രഫിയാണ്. അപ്പോൾ ഹിസ്റ്റോറിയോഗ്രഫിയും കാര്യങ്ങളൊന്നും നമ്മുടെ പരീക്ഷയ്ക്ക് അത്ര റെലവൻ്റ് അല്ല. പക്ഷെ നിങ്ങൾ ഓപ്ഷണൽ ഹിസ്റ്ററി പഠിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ റൈറ്റിംഗ് ഒന്നുകൂടെ നന്നാക്കാൻ വേണ്ടി പലപ്പോഴും പല തീമുകൾ വരുന്ന സമയത്ത് ഹിസ്റ്റോറിയൻസ് അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായപ്പെടുന്നത് എന്നുള്ളൊരു കാര്യം പറയാൻ പറ്റിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമ്മുടെ ആൻസർ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാകാൻ ചാൻസ് ഉണ്ട് അല്ലേ. സോ അതാണ് ഹിസ്റ്ററി ഓപ്ഷണലിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഞാൻ ഈ പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതൊരു ഹിസ്റ്റോറിക് ഗ്രന്ഥമായതുകൊണ്ട് തന്നെ ഇത് ആദ്യത്തെ രീതിയിൽ വായിച്ചെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ഇതെങ്ങനെ വായിച്ചെടുക്കണം എന്നുള്ളത് കൂടെ ഞാൻ വീഡിയോയുടെ അവസാനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ പുസ്തകം ഒരു ഹിസ്റ്റോറിക് ബുക്ക് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ വലിയ വലിയ പാരഗ്രാഫുകളിലാണ് ഇത് തരിക സ്വാഭാവികമായിട്ടും. അതിന് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഏതാനും ചില ചിത്രങ്ങൾ വന്നു, അത്രയേ ഉള്ളൂ ഈ ഇങ്ങനത്തെ പുസ്തകങ്ങളുടെ പ്രത്യേകത. ഓക്കെ, പ്രത്യേകിച്ച് മാപ്പുകളുടെ കേസിൽ ഇപ്പോൾ സ്റ്റോൺ ഏജ് എന്ന് പറയുന്നൊരു ടോപ്പിക്ക് പ്രീ ഹിസ്റ്റോറിക് പീരീഡാണ്. അതിനെക്കുറിച്ച് ഒരൊറ്റ മാപ്പാണ് ഈ പുസ്തകത്തിലുള്ളത്. പിന്നെ മറ്റൊരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത്, ഈ പുസ്തകത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ അവസാനം ചില ക്രൊണോളജി ഓഫ് ടോപ്പിക്, ആ ടോപ്പിക്കിൽ പറഞ്ഞിരിക്കുന്ന ചില ക്രൊണോളജിക്കൽ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. പക്ഷേ ഇങ്ങനെ പഠിച്ചാൽ മതിയോ യഥാർത്ഥത്തിൽ? ഒരു ഹിസ്റ്റോറിക് പെർസ്പെക്റ്റീവിൽ പഠിക്കേണ്ടതല്ല പ്രിലിംസിൻ്റെ അപ്രോച്ച് എന്നുള്ളത്. പ്രിലിംസിൻ്റെ അപ്രോച്ച് ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ ട്രെൻഡിൽ തന്നെ പഠിക്കണം. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഈ പുസ്തകം ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഏകദേശം ഒരു 300+ പേജസ് ഉണ്ട്. ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 385 പേജുകൾ വരുന്നുണ്ട് ഇതിൽ. അപ്പോൾ ഈ പുസ്തകം നിങ്ങൾ വായിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്താണ് ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററി? ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകൾ എന്തൊക്കെയാണ്, ഓരോ ടോപ്പിക്കിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, ക്രോണോളജിക്കൽ റിലേഷൻഷിപ്പ് എന്താണ്, ഇത് നിങ്ങൾ കൃത്യമായിട്ട് തീമാറ്റിക്കലി ആദ്യം ഒരു എക്സ്പേർട്ട് ക്ലാസ്സിൽ നിന്നും കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ആ സബ്ജക്റ്റിനെ കുറിച്ച് ഒരു ബേസിക് ലേണിംഗ് നിങ്ങൾ ആദ്യം ഉണ്ടാക്കിയെടുക്കുക. ശേഷം നിങ്ങളുടെ സംവിധാനം പോലെ, നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾ എന്ത് ചെയ്തോളൂ, ഇങ്ങനത്തെ പുസ്തകങ്ങളോ, ഒന്നിൽ നിങ്ങൾക്ക് ഇന്ത്യസ് ആൻഷ്യൻ്റ് പാസ്റ്റ് വായിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് NCERT വായിക്കാം. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. നിങ്ങൾ NCERT വായിക്കുന്നതിന് മുമ്പേ ആണെങ്കിൽ പോലും നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഈ പറഞ്ഞതുപോലെ എക്സ്പേർട്ടിൻ്റെ ഈ ടോപ്പിക്കിനെ കുറിച്ച് പറയുന്ന ഒരു ക്ലാസ് കേൾക്കുക എന്നുള്ളതാണ്. അങ്ങനെ കേൾക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഈ പുസ്തകങ്ങൾ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ വായിച്ച ആൾക്കാർക്ക് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കാം. ഇനി അതല്ല, വേറെ രീതിയിലാണ് വായിച്ചിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ അഭിപ്രായം പറയുകയും ചെയ്യും. ഓക്കെ, ഞാൻ പറയുന്നത് ഏറ്റവും സിംപ്ലിഫൈഡ് ഫോർമാറ്റിലുള്ള ഒരു കാര്യമാണ്. സോ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു ക്രോണോളജിക്കൽ ഔട്ട്ലൈൻ ഓഫ് ദി ആൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററി ഇവൻറ്റ്സ് ആണ്. അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ ശേഷം ഈ ഒരു പുസ്തകമോ ഇതിന് തുല്യമായിട്ടുള്ള NCERT പുസ്തകമോ വായിക്കുകയാണെങ്കിൽ യുവർ ലേണിംഗ് പ്രോസസ് വിൽ ബി മച്ച് മോർ ഈസിയർ. വായിക്കുന്ന സമയത്ത് നിങ്ങൾ അത് ചുമ്മാ വായിക്കാതെ മേക്ക് ഷുവർ ദാറ്റ് ഓരോ പീരീഡിൻ്റെയും യൂണീക്നെസ് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്നുള്ള പോയിന്റ്സ് പിക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ പിക്ക് ചെയ്തിട്ട് റിവൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററി വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇനി ഇങ്ങനത്തെ ഒരു പുസ്തകം കാണുന്ന സമയത്ത് ഈ വീഡിയോ മറക്കണ്ട, വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മറക്കണ്ട. ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ശ്രമിക്കുക. സോ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.